നമ്മളിപ്പോൾ 3 മെക്കാനിസം ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. 3 മെക്കാനിസം നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അതിൽ ഈ 4ാമത്തെ മെക്കാനിസമാണ്, 4 മെക്കാനിസമാണ് ഉണ്ടാവുക നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 4ാമത്തെ മെക്കാനിസമാണ് നമ്മളിനി ട്രാൻസ്പോസോൺസ് അല്ലെങ്കിൽ ട്രാൻസ്പോസിഷനിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെയും എന്താണ്, കോപ്പി ആൻഡ് പേസ്റ്റ് മെക്കാനിസമാണ്. നമ്മൾ 3 കോപ്പി ആൻഡ് പേസ്റ്റും ഒരു കട്ട് ആൻഡ് പേസ്റ്റുമാണ് നമ്മൾ പഠിച്ചത്. 3 കോപ്പി ആൻഡ് പേസ്റ്റിൽ 2 RNAയും 1 DNA ആയിരുന്നു. ഒരു കട്ട് ആൻഡ് പേസ്റ്റിൽ അത് DNA ആയിരുന്നു. ഓക്കെ, അപ്പോൾ ഇത് 2ാമത്തെ കോപ്പി ആൻഡ് പേസ്റ്റ് മെക്കാനിസം RNA, 3ാമത്തെ കോപ്പി ആൻഡ് പേസ്റ്റ് മെക്കാനിസം RNA ബേസ്ഡ് ആയിട്ടുള്ള ആണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പം ഇതിൽ നേരത്തെ പറഞ്ഞതിൽ നിന്നുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്, നേരത്തെ നമ്മൾ കോപ്പി ആൻഡ് പേസ്റ്റ് മെക്കാനിസത്തിൽ RNA ബേസിൽ റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ പറഞ്ഞത് എന്താണ്, RNA ഉണ്ടാവുന്നു, അതിൽ നിന്ന് cDNA ഉണ്ടാവുന്നു, ഡബിൾ സ്റ്റാൻഡേർഡ് cDNA ഉണ്ടാവുന്നു, അത് ഇൻസേർട്ട് ചെയ്യപ്പെടുന്നു. അങ്ങനെയായിരുന്നു മെക്കാനിസം. ഇവിടെ വരുന്നത് അങ്ങനെയല്ല. RNA ഉണ്ടാവുന്നു, RNA വിൽ ബി മൂവിങ് ആൻഡ് അറ്റാച്ചിങ് ടു ദ ടാർഗറ്റ് സൈറ്റ്. എന്നിട്ട് ടാർഗറ്റ് സൈറ്റിൽ ഒരു എക്സ്റ്റെൻഡഡ് സ്ട്രാൻഡിനെ പ്രൈമറായിട്ട് കൺസിഡർ ചെയ്തുകൊണ്ട് RNA മാസ്റ്റർ സ്ട്രാൻഡായിട്ട് കൺസിഡർ ചെയ്ത് ഒരു കോംപ്ലിമെൻ്ററി സിന്തസിസ് നടക്കും. അങ്ങനെ സിംഗിൾ സ്റ്റാൻഡേർഡ് cDNA ഉണ്ടാവും. വൺ സിംഗിൾ സ്റ്റാൻഡേർഡ് cDNA ഉണ്ടായതിന് ശേഷം ആ RNA ഡീഗ്രേഡ് ചെയ്ത് പോകും. അങ്ങനെ ഡീഗ്രേഡ് ചെയ്ത് പോയതിന് ശേഷം ആ സിംഗിൾ സ്റ്റാൻഡേർഡ് cDNA ബേസ്ഡ് ആയിട്ട് പുതിയൊരു ഓപ്പോസിറ്റ് സ്റ്റാൻഡ് അതിനുണ്ടാക്കും. അങ്ങനെ ഡബിൾ സ്റ്റാൻഡേർഡ് DNA ഉണ്ടാവും. ഈ ഡബിൾ സ്റ്റാൻഡേർഡ് DNA ലിഗേസ് വെച്ചിട്ട് അവിടെ കണക്റ്റ് ആവും. അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, DNAയുടെ സിന്തസിസ് നടക്കുന്നതിന് മുമ്പ് തന്നെ RNA ടാർഗറ്റ് സൈറ്റ് DNAയിലേക്ക് ഇൻസേർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. അതാണ് ഇതിൻ്റെ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു മെക്കാനിസത്തിനെ വിളിക്കുന്ന പേരാണ് ടാർഗറ്റ് സൈറ്റ് പ്രൈംഡ് റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ. ഞാനിപ്പോൾ പറഞ്ഞ വാക്കുകളായിട്ട് നിങ്ങൾക്കത് മാച്ചായിട്ട് തോന്നില്ലേ? ടാർഗറ്റ് സൈറ്റ് പ്രൈമഡ്, ടാർഗറ്റ് സൈറ്റിലുള്ള DNA ആണ് പ്രൈമറായിട്ട് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, മാസ്റ്റർ സ്ട്രാൻഡ് ഏതാണ്? ദാറ്റ് വിൽ ബി നത്തിങ് ബട്ട് ദി റിവേഴ്സ് RNA മോളിക്യൂൾ വിച്ച് ഈസ് അറ്റാച്ച്ഡ് ടു ദ ടാർഗറ്റ് സൈറ്റ്. ഓക്കെ, അപ്പം ആ ഒരു മെക്കാനിസത്തിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ടാർഗറ്റ് സൈറ്റ് പ്രൈംഡ് റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ. അപ്പോൾ കോപ്പി ആൻഡ് പേസ്റ്റ് മെക്കാനിസം RNA റിട്രോ ട്രാൻസ്പോസോൺസിൻ്റെ കേസിൽ 2ാമത്തത് എന്ന് പറയുന്നത് ഈ സബ് ആയിട്ട് നമുക്ക് പേര് വിളിക്കാം. എന്താണ്? ടാർഗറ്റ് സൈറ്റ് പ്രൈംഡ് റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ എന്നാണ് അതിൻ്റെ പേര്. ഓക്കെ, ഞാൻ മെക്കാനിസത്തിൻ്റെ ഡിസ്ക്രിപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നോട്ട്സ് വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാനിത് ഫിഗർ ബേസ്ഡ് ആയിട്ട് എങ്ങനെയാണ് മെക്കാനിസം നടക്കുന്നത് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പം ഈ ഒരു ട്രാൻസ്പോസോണിൻ്റെ സ്ട്രക്ചർ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണല്ലേ. പോളി എ റിട്രോ ട്രാൻസ്പോസോൺസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇതിൻ്റെ സ്ട്രക്ചർ പഠിച്ചതാണ്. ഈ ഫിഗർ നമുക്ക് കൃത്യമായിട്ട് ഓർമ്മയിലുണ്ടാവും. ഓക്കെ, ഇവിടെ കൺസിഡർ ചെയ്തേക്കുന്നത് ലൈൻ DNA ആണ്. ലൈൻ DNA എന്ന് പറയുന്നത് ഹ്യൂമൻ ബീയിങ്സിൻ്റെ കേസിൽ കാണുന്ന ഒരു റിട്രോ ട്രാൻസ്പോസോണാണ് ലൈൻ DNA എന്ന് പറയുന്നത്. ഓക്കെ, ലൈൻ ലോങ് ഇൻ്റർസ്പേഴ്സ്ഡ് ആണ്. അപ്പം അതിൻ്റെ സ്ട്രക്ചർ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഒരു UTR സെഗ്മെൻ്റ് ഉണ്ട് ഓൺ ഐദർ സൈഡ്, ടാർഗറ്റ് സൈറ്റ് ഉണ്ട്, ദെൻ ദർ ഈസ് എ പോളി എ ടെയിൽ, അല്ലേ? പോളി എ ടെയിൽ ഉണ്ട്, ആൻഡ് ദർ ഈസ് 2 ജീൻസ് ORF1 ആൻഡ് ORF2. ഈ 2 ജീൻസിന് ഉള്ള പണി എന്ന് പറയുന്നത് എൻഡോന്യൂക്ലിയസ് ട്രാൻസ്പോസേസ് ഇൻ്റഗ്രേസ് ആക്ടിവിറ്റീസ് ആണ്. അതുപോലെ തന്നെ റിസോൾവേസ് ആക്ടിവിറ്റീസും, സോറി നോട്ട് റിസോൾവേസ് നേരത്തെ മെക്കാനിസത്തിലുള്ളതായിരുന്നു, DNAയുടെ മെക്കാനിസത്തിലുള്ളത്. ഓക്കെ, അപ്പോൾ എൻഡോന്യൂക്ലിയസ് അതുപോലെ തന്നെ ഇൻ്റഗ്രേസ് ഫംഗ്ഷനാണ് ഇവിടെ ഫങ്ഷണലായിട്ട് വരുന്നത്. അപ്പോൾ ഇതാണ് അതിൻ്റെ സ്ട്രക്ചർ. ഓക്കെ, അപ്പോൾ അതിൽ നിന്ന് ഇനി RNA സിന്തസിസ് നടക്കാൻ പോവാണ്. ഇവിടെ ഒരു ഫൈനൽ സ്റ്റേജിലെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ലൈൻ സെഗ്മെൻറ്റ്സിൻ്റെ കേസിൽ അല്ലെങ്കിൽ പോളി റിട്രോ ട്രാൻസ്പോസോൺസിൻ്റെ കേസിൽ മോസ്റ്റ് ഓഫ് ദ ടൈം പുതുതായിട്ട് ഇൻസേർട്ട് ചെയ്യപ്പെടുന്ന റീജിയനിൽ ആ ഒരു പെർട്ടിക്കുലർ ട്രാൻസ്പോസോണിന് ട്രാൻസ്പോസിഷൻ വീണ്ടും നടത്താൻ വേണ്ടിയിട്ട് പറ്റില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ പുതുതായിട്ട് ഇൻസേർട്ട് ചെയ്ത ട്രാൻസ്പോസോൺ അവിടെ നിന്ന് മൂവ് ചെയ്യില്ല പിന്നെ. ഓക്കെ, അതിന് ട്രങ്കേറ്റഡ് ട്രാൻസ്പോസോൺസാണ് അങ്ങനെയുള്ളൊരു കണ്ടീഷനിൽ പറയാം. അങ്ങനെ അവിടെ നിന്ന് മൂവ് ചെയ്യാതിരിക്കാനുള്ള റീസൺ എന്ന് പറയുന്നത് ഈ UTR സെഗ്മെൻറ്റ് 2 സൈഡിലും ഉണ്ടാവില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത്. അപ്പോൾ 2 സൈഡിലും UTR സെഗ്മെൻറ്റ് ഇല്ലാത്തത് കൊണ്ടാണ് ഈ പറയുന്ന സംഗതി നടക്കാതെ. എന്തുകൊണ്ടാണ്? റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ് എൻസൈം വന്നിട്ട് ബൈൻഡ് ചെയ്ത് മൂവ് ചെയ്യണമെങ്കിൽ ഈ UTR സെഗ്മെൻറ്റ് വേണം. UTR സെഗ്മെൻറ്റിൽ വന്ന് ബൈൻഡ് ചെയ്തിട്ട് അതിൽ തൊട്ട് എലമെൻ്റൽ ഫസ്റ്റ് ന്യൂക്ലിയോട്ടൈഡ് തൊട്ടാണ് ട്രാൻസ്ക്രിപ്ഷൻ നടക്കുന്നത്. UTRന് ട്രാൻസ്ക്രിപ്ഷൻ നടക്കില്ല. അപ്പോൾ
ആസ് എ റിസൾട്ട് എന്താ സംഭവിക്കുന്നത്? RNA സിന്തസൈസ് ചെയ്യപ്പെട്ട RNAയിൽ ഈ പറയുന്ന 5' എൻഡിലുള്ള, അപ്പോഴും നോക്കണം നിങ്ങൾ, റെപ്ലിക്കേഷൻ്റെ സമയത്ത് അല്ലെങ്കിൽ ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റിൻ്റെ കേസിൽ 5' എൻഡ് എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്? കോഡിംഗ് സ്ട്രാൻഡിൻ്റെ ബേസ് ചെയ്തിട്ടാണ് പറയുക. അറ്റാച്ച് ചെയ്യുന്നത് മാസ്റ്റർ സ്ട്രാൻഡിലായിരിക്കും. ഓക്കെ, അറ്റാച്ച് ചെയ്യുന്നത് 3' എൻഡ് ഓഫ് ദി ടെംപ്ലേറ്റ് സ്ട്രാൻഡ് ആയിരിക്കും. പക്ഷേ നമ്മൾ പൊസിഷൻസ് ഒക്കെ പറയുന്നത് കോഡിംഗ് സ്ട്രാൻഡിൻ്റെ ബേസിൽ, അതുകൊണ്ട് 5' എൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ 5' എൻഡിലുള്ള UTR സെഗ്മെൻറ്റിലാണ് RNA പോളിമറൈസ് പോയിട്ട് ബൈൻഡ് ചെയ്യുന്നത്. അങ്ങനെ RNA പോളിമറൈസ് പോയിട്ട് ബൈൻഡ് ചെയ്യുമ്പോൾ UTR കഴിഞ്ഞിട്ട് വരുന്ന ഫസ്റ്റ് ട്രാൻസ്പോസോൺ എലമെൻറ്റിൻ്റെ, അതായത് ജെനറ്റിക് പാർട്ട് ഉണ്ടല്ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന യെല്ലോയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്, അവിടെ ആയിരിക്കും ട്രാൻസ്ക്രിപ്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പെർട്ടിക്കുലർ സെഗ്മെൻറ്റിൽ UTR സെഗ്മെൻറ്റ്സ് ഉണ്ടാവില്ല. ഇവിടെ 5' UTR എന്ന് പറയുന്നത് എൻഡ് കാണിക്കുന്നതാണ്. ഓക്കെ, ആ UTR സെഗ്മെൻറ്റ്സ് ഉണ്ടാവില്ല മോസ്റ്റ് ഓഫ് ദ ടൈം. ആസ് എ റിസൾട്ട് എന്ത് സംഭവിക്കും? പിന്നെ അവിടുന്ന് അതിന് മൂവ് ചെയ്യാൻ പറ്റില്ല. എന്തുകൊണ്ടാണ് മൂവ് ചെയ്യാൻ വേണ്ടി പറ്റുക? പുതുതായി ഇൻസെർട്ട് ചെയ്യപ്പെട്ട സ്ഥലത്ത് മൂവ് ചെയ്യാൻ പറ്റില്ല. എന്തുകൊണ്ടാണ്? 5' UTR ഇല്ലാത്തത് കൊണ്ട് തന്നെ റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ വന്നിട്ട് അവിടെ ബൈൻഡ് ചെയ്യാൻ പറ്റില്ല. റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ വന്ന് ബൈൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ RNA സിന്തസൈസ് നടക്കില്ല. RNA സിന്തസൈസ് നോട്ട് റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേഴ്സ്, RNA പോളിമറൈസ് വന്നിട്ട് ബൈൻഡ് ചെയ്യാൻ പറ്റില്ല. RNA പോളിമറൈസ് വന്ന് ബൈൻഡ് ചെയ്തിട്ടില്ലെങ്കിൽ RNAൻ്റെ സിന്തസിസ് നടക്കില്ല. RNA സിന്തസിസ് നടന്നിട്ടില്ലെങ്കിൽ ഒരു ട്രാൻസ്പോസിഷൻ മെക്കാനിസം അവിടെ പോസിബിൾ അല്ല. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ട്രങ്കേറ്റഡ് ട്രാൻസ്പോസോൺസ് എന്നുള്ള അവസ്ഥ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കത് മെക്കാനിസത്തിലേക്ക് പോകാം. അപ്പോൾ നമുക്കിവിടെ നോക്കാം, ഇവിടെ 5' എൻഡ് ഉണ്ട്, 5' എൻഡ്, 5' UTR ആണത്. ഇവിടെ വന്നിട്ട് ഇവിടുത്തെ 5' UTRലെ പ്രൊമോട്ടറിൽ അതാണ് ഈ P കൊണ്ട് റെപ്രസെൻ്റ് ചെയ്തേക്കുന്നത്. ആര് വന്ന് ബൈൻഡ് ചെയ്യും? RNA പോളിമറൈസ് വന്ന് ബൈൻഡ് ചെയ്യും. Then it will be moving towards this arrow mark indicates that moving towards the element. അവിടുന്ന് ഫസ്റ്റ് എലമെൻറ്റ് തൊട്ട് it will be start synthesizing the RNA molecule and it will end at this particular place. അതായത് ടാർഗറ്റ് സൈറ്റ് ഡ്യൂപ്ലിക്കേഷൻ സൈറ്റ് ഉണ്ടല്ലോ ഈ ബ്ലൂവിൽ കാണിച്ചേക്കുന്നത്, ആ എൻഡ് വരെ, അപ്പോൾ ഈ പോളിയെ ടെയിൽ കിട്ടുന്നത് വരെ എന്ത് ചെയ്യും? ട്രാൻസ്ക്രൈബ് ചെയ്യും. അങ്ങനെ ഒരു mRNA ഉണ്ടാവും. അപ്പോൾ 3' UTR കണ്ടെയ്നിങ് mRNA അവിടെ ഉണ്ടാവും. ക്ലിയർ അല്ലേ? Now ഈ 3' UTR കണ്ടെയ്നിങ് mRNA എന്ത് ചെയ്യും? ഇറ്റ് വിൽ ബി ട്രാൻസ്പോർട്ടഡ് ടു ദി സൈറ്റോപ്ലാസം. സൈറ്റോപ്ലാസത്തിൽ വെച്ചിട്ട് എന്ത് ചെയ്യും? ട്രാൻസ്ലേഷൻ പ്രോസസ്സ് നടക്കും. എന്തിനാണ് ട്രാൻസ്ലേഷൻ പ്രോസസ്സ് നടക്കുന്നത്? ഈ ORF1 ORF2 ജീൻസ് ഉണ്ടല്ലോ, ORF1ഉം ORF2 ജീൻസും, ഈ ORF1 ആൻഡ് ORF2 ജീൻസ് ട്രാൻസ്ലേറ്റ് ചെയ്ത് RNAയിൽ നിന്ന് പ്രോട്ടീനായിട്ട് കൺവേർട്ട് ചെയ്യും. അതാണ് ഈ ORF1 ആൻഡ് ORF2. ഈ ORF1ൻ്റെ പണി എന്ന് പറയുന്നത് ORF2നാണ് എൻസൈമാറ്റിക് ആക്ടിവിറ്റി ഉള്ളത്. ഈ എൻസൈമാറ്റിക് ആക്ടിവിറ്റി വേണമെങ്കിൽ ഇത് അറ്റാച്ച് ചെയ്യണം, RNAയിലേക്ക് അറ്റാച്ച് ചെയ്യണം. ഈ RNAയിലേക്ക് അറ്റാച്ച് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന ആളാണ് ORF1 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ORF1 ആണ് RNA ബൈൻഡിങ് ആയിട്ടുള്ള പ്രോട്ടീൻ എന്ന് പറയുന്നത്. ORF1 ഉണ്ടെങ്കിൽ മാത്രമേ ORF2ന് RNAയിൽ പോയിട്ട് ബൈൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ഈ പ്രോട്ടീൻ എന്ത് ചെയ്യും? ഓൾറെഡി ഈ ട്രാൻസ്ലേഷൻ ഉപയോഗിച്ച RNAയിലേക്ക് അറ്റാച്ച് ചെയ്യും. ORF1ഉം ORF2ഉം അറ്റാച്ച് ചെയ്യും. ORF1 ആണ് അറ്റാച്ച്മെൻറ്റിന് സഹായിക്കുന്നത്. നൗ ഇതിനെ വീണ്ടും എന്ത് ചെയ്യും? തിരിച്ച് ന്യൂക്ലിയോപ്ലാസത്തിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യും. ഓക്കെ, ന്യൂക്ലിയോപ്ലാസത്തിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്തു. ന്യൂക്ലിയോപ്ലാസത്തിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്തതിന് ശേഷം അതെന്ത് ചെയ്യും? ഇറ്റ് വിൽ ബി സെർച്ചിങ് ഫോർ ദ ടാർഗറ്റ് DNA. ടാർഗറ്റ് DNA എന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ ബി എനി DNA സെഗ്മെൻറ്റ് വിത്തിൻ ദ DNA വേർ ദിസ് പെർട്ടിക്കുലർ molecules transferred, or it can be within a DNA, or it can be a DNA which is different from that. അപ്പം ട്രാൻസ്പോസോൺ വന്ന DNA അല്ലെങ്കിൽ ട്രാൻസ്പോസോണ് വരാത്ത പുതിയൊരു DNA ആയിരിക്കും ഇത് ടാർഗറ്റ് ചെയ്യുന്ന DNA എന്ന് പറയുന്നത്. ഇനി ട്രാൻസ്പോസോൺസ് എടുത്ത DNA ആണെങ്കിൽ എന്ത് ചെയ്യില്ല, ഒരിക്കലും ഇത് ഒരു 100 കിലോ ബേസസ്, അപ്പം ഇതെടുത്ത റീജിയൻ 1 എന്ന് പറയുന്ന ന്യൂക്ലിയോടൈഡിലാണെങ്കിൽ പിന്നീട് ഒരു ഇൻസേർഷൻ നടക്കണമെങ്കിൽ ഈ 1ൽ നിന്ന് 100 കിലോ ബേസ് പെയർ എങ്കിലും അകലത്തിലായിരിക്കണം. അങ്ങനെയാണെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ DNAയിൽ പുതുതായിട്ടുള്ള ലൈൻ ഇൻസേർഷൻ നടക്കുകയുള്ളൂ. ഓക്കെ, ഇനി ഹ്യൂമൻസിൻ്റെ കേസിൽ തന്നെ ഒരു സൈൻ ഉണ്ട്. സൈൻ്റെ കേസിലാണെങ്കിൽ ഒരു 50K, ഓക്കെ, 50 കിലോ ബേസസ് എങ്കിലും മാറി നിന്ന് മാത്രമേ അതേ DNAയിൽ പുതിയൊരു ഇൻസേർഷൻ നടക്കുകയുള്ളൂ. അപ്പോൾ അല്ലെങ്കിൽ എന്തായിരിക്കും? പുതിയൊരു DNAയിൽ ഇൻസേർഷൻ ആയിരിക്കും നടക്കുക. ഈ ഒരു പോയിന്റ് പ്രത്യേകം ഓർമ്മിക്കുക.
ഓക്കെ, മിനിമം ഡിസ്റ്റൻസ് എത്ര വേണം ആദ്യത്തെ ട്രാൻസ്പോസോണിൽ നിന്ന് രണ്ടാമത്തെ ട്രാൻസ്പോസോൺസിലേക്ക് ഇൻസേർട്ട് ചെയ്യപ്പെടാനുള്ള ഡിസ്റ്റൻസ് സെയിം DNA ആണെങ്കിൽ. ഡിഫറെൻറ്റ് DNA ആണെങ്കിൽ കുഴപ്പമില്ല. ഓക്കെ, ഡിഫറെൻറ്റ് DNAയിലും എന്തുണ്ടാകാൻ പാടില്ല, ഈ ട്രാൻസ്പോസോൺസ് ഉണ്ടാകാൻ പാടില്ല കേട്ടോ. ഓൾറെഡി അവിടെ ഒരു ട്രാൻസ്പോസോൺസ് ഇല്ലാത്ത റീജിയനിൽ മാത്രമേ ഇൻസേർട്ട് ചെയ്യപ്പെടുള്ളൂ. ഇപ്പോൾ എന്ത് ചെയ്യുന്നു, ടാർഗറ്റ് സൈറ്റ്. ടാർഗറ്റ് സൈറ്റ് എന്താണ്? ഇതാണ് ടാർഗറ്റ് സൈറ്റ് എന്ന് പറയുന്നത്. പോളി AT റീജിയൻസ് റിച്ച് ആയിട്ടുള്ള സെഗ്മെൻറ്റ്സ് ആണ് ആക്ച്വലി ഇതിൻ്റെ ടാർഗറ്റ് സൈറ്റ് എന്ന് പറയുന്നത്. അപ്പം ഇതിൻ്റെ ടാർഗറ്റ് സൈറ്റ് മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബ്രേക്ക്. ആരാ? ORF2ൻ്റെ എൻഡോന്യൂക്ലിയേസ് ആക്ടിവിറ്റി ഉണ്ട്. ORF2ൻ്റെ എൻഡോന്യൂക്ലിയേസ് ആക്ടിവിറ്റീനെ ബേസ് ചെയ്തിട്ട് ഇതെന്ത് ചെയ്യും, ഇവിടെ ഒരു കട്ട് കൊടുക്കും. അപ്പോൾ കട്ട് കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ നോക്കുക, ഈ പോളി A ടെയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ആ റീജിയനിലാണ് കട്ട് കൊടുക്കുന്നത്. ഓക്കെ, എങ്ങോട്ടാണ് ഇയാൾ ബൈൻഡ് ചെയ്യുന്നത്? പോളി A ടെയിൽ ഉണ്ടല്ലേ RNAക്ക്, പോളി A ടെയിലിന് കോംപ്ലിമെൻ്ററി ആയിട്ടുള്ള എന്തായിരിക്കും, പോളി T ആയിരിക്കും. അപ്പോൾ നോക്കിയാൽ നിങ്ങൾ ഈ ഒരു സ്ട്രാൻഡിൽ, ഓക്കെ, ഈ 3' എന്ന് പറഞ്ഞിട്ട് ലേബിൾ ചെയ്തേക്കുന്ന സ്ട്രാൻഡിലെ ഈ ഒരു റീജിയൻ ഉണ്ടല്ലോ, ഈ ഒരു റീജിയനിലേക്ക് ഇവിടെയാണ് ഇത് അറ്റാച്ച് ചെയ്യുക. അതാണ് കാണിച്ചേക്കുന്നത്, കണ്ടല്ലോ. അങ്ങനെ ഇവിടെ അറ്റാച്ച് ചെയ്യുമ്പോൾ ഈ ടീൻ്റെ എൻഡ് ഉണ്ടല്ലോ, ടീൻ്റെ ഈ എൻഡ് എന്താണ്? 3' ആണ്, 3'OH. അപ്പോൾ ഈ പോളി T 3'OH എന്ത് ചെയ്യും, ഇറ്റ് വിൽ ബി ആക്ടിങ് ആസ് ദി പ്രൈമർ. ആൻഡ് വിച്ച് ഈസ് ദ ടെംപ്ലേറ്റ് സ്റ്റാൻഡ്? ടെംപ്ലേറ്റ് സ്റ്റാൻഡ് ഒന്നുമില്ല, ഈ RNA ആണ്. ഓക്കെ, ഈ 3'OH വിൽ ബി ആക്ടിങ് ആസ് ദി പ്രൈമർ ഫോർ ദി സിന്തസിസ് ഓഫ് ന്യൂ DNA മോളിക്യൂൾ. കാരണം DNA മോളിക്യൂൾ സിന്തസൈസ് ചെയ്യണമെങ്കിൽ ഡെഫിനറ്റ്ലി പ്രൈമർ വേണം. RNA മോളിക്യൂൾ സിന്തസൈസ് ചെയ്യാൻ പ്രൈമർ ആവശ്യമില്ല എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യും, ഇവിടെ നിന്ന് ഇങ്ങോട്ട് സിന്തസിസ് നടക്കും. ക്ലിയർ അല്ലേ? അപ്പോൾ ഈ RNAക്ക് കോംപ്ലിമെൻ്ററി ആയിട്ടുള്ള ഒരു DNA എന്ത് ചെയ്തു, ഇവിടെ സിന്തസിസ് നടന്നു. അങ്ങനെ സിന്തസിസ് നടന്ന് ഇത് പൂർത്തിയായി കഴിഞ്ഞാൽ ഈ RNA വിൽ ബി ഡീഗ്രേഡഡ്. ഓക്കെ, ഈ RNA മോളിക്യൂളിനെ ഡീഗ്രേഡ് ചെയ്ത് കളയുന്നു. ഈ RNA മോളിക്യൂൾ ഡീഗ്രേഡ് ചെയ്ത് കളഞ്ഞാൽ സ്വാഭാവികമായിട്ടും എന്ത് സംഭവിക്കും, ഈ ലൈൻ സിംഗിൾ സ്റ്റാൻഡേർഡ് cDNA വിൽ ബി ആക്ടിങ് ആസ് ദ ടെംപ്ലേറ്റ്. ഓക്കെ, അങ്ങനെ അത് ടെംപ്ലേറ്റ് ആക്ട് ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി അതിനും വേണ്ട ഒരു പ്രൈമർ. ഓക്കെ, അപ്പം അതിനും പ്രൈമർ വേണം. അതിൻ്റെ പ്രൈമർ ആരായിരിക്കും? 3' to 5' ഇവിടെ ഈ സൈഡിലുള്ള ഒരു ആളുണ്ടല്ലോ. ഓക്കെ, ഇവിടുന്ന് കട്ട് വന്നു, ഇവിടുന്ന് ഒരു ബ്രേക്ക് വന്നില്ലേ, ഈ ബ്രേക്ക് വന്ന റീജിയനിലുള്ള 3'OH വിൽ ബി ആക്ടിങ് ആസ് എ പ്രൈമർ ആൻഡ് കോംപ്ലിമെൻ്ററി സ്ട്രാൻഡ് വിൽ ബി സിന്തസൈസ്ഡ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ 2 സ്ട്രാൻഡ് അവിടെ സിന്തസൈസ് ചെയ്ത് കഴിഞ്ഞു cDNAയുടെ. ആൻഡ് ഫൈനൽ സ്റ്റേജിൽ എന്തുണ്ടാവും, ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടാവും അല്ലേ, ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടാവും, ഇവിടെയും ഒരു ഗ്യാപ്പ് ഉണ്ടാവും. ഈ 2 ഗ്യാപ്പും കൂടെ ഫില്ലാക്കും ബൈ ദ ലിഗേസ് എൻസൈം. ആസ് എ റിസൾട്ട് this one will be formed. അപ്പോൾ മോസ്റ്റ് ഓഫ് ദ കേസസ് ഈ പറയുന്ന 5' ആബ്സെൻ്റ് ആയിരിക്കും. 5' ആബ്സെൻ്റ് ആയിരിക്കുന്ന അവസ്ഥയിലൊക്കെ ഈ ഒരു ട്രാൻസ്പോസോൺസ്, പുതുതായിട്ട് ട്രാൻസ്ഫർ ചെയ്യപ്പെട്ട, ട്രാൻസ്പോസിഷൻ ചെയ്യപ്പെട്ട ട്രാൻസ്പോസോൺസ് ട്രങ്കേറ്റഡ് ട്രാൻസ്പോസോൺസ് ആയിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് പിന്നീട് ഒരു മൂവ്മെൻറ്റ് പോസിബിൾ അല്ല ഇതിന്, ബിക്കോസ് ഓഫ് ദ ലാക്ക് ഓഫ് 5'UTR. ഓക്കെ, 5'UTR ലാക്ക് ആയതുകൊണ്ട് അങ്ങനെ എന്താ കുഴപ്പം, റിവേഴ്സ് RNA പോളിമറേസ് എന്ന് പറയുന്ന എൻസൈമിന് 5'UTRൻ്റെ പ്രൊമോട്ടറിൽ പോയിട്ടാണ് ബൈൻഡ് ചെയ്യേണ്ടത്. 5'UTR ആബ്സെൻ്റ് ആണെങ്കിൽ അതിന് ബൈൻഡ് ചെയ്യാൻ പറ്റില്ല. അതിന് ബൈൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ RNA സിന്തസിസ് നടക്കില്ല. RNA സിന്തസിസ് നടന്നിട്ടില്ലെങ്കിൽ റിട്രോ ട്രാൻസ്പോസോൺസിൻ്റെ മൂവ്മെൻറ്റ് നടക്കില്ല. അതുകൊണ്ട് ട്രങ്കേറ്റഡ് ട്രാൻസ്പോസോൺസ് ആയിട്ട് അത് നിൽക്കും. അതാണ് പോളി A റിട്രോ ട്രാൻസ്പോസോൺസിൻ്റെ ട്രാൻസ്പോസിഷൻ മെക്കാനിസം എന്ന് വിളിക്കുന്നത്. അപ്പം ഇതിനെ നമ്മൾ വിളിച്ച പേരെന്തായിരുന്നു, ടാർഗറ്റ് സൈറ്റ് പ്രൈംഡ് റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ ആണ് അല്ലേ. ബിക്കോസ് ടാർഗറ്റ് സൈറ്റിലുള്ള DNA വിൽ ബി ആക്ടിങ് ആസ് ദി പ്രൈമർ. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇതാണ് അതിൻ്റെ മെക്കാനിസം. ഇത് സ്റ്റെപ്പ് വൈസ് മെക്കാനിസം എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ നോട്ട് നോക്കി അത് പഠിക്കുക. ഓക്കെ, ആ ഡിഫറൻസും ഞാൻ കൃത്യമായിട്ട് ഇവിടെ ലാസ്റ്റ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഞാൻ സൂം ഔട്ട് ചെയ്യാം. ഓക്കെ, അപ്പം നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. ഇനി ഈ മെക്കാനിസത്തൊക്കെ നിങ്ങൾക്ക് ചിലപ്പം യൂണിവേഴ്സിറ്റിൻ്റെ തിയറി എക്സാമിനേഷന് വേണ്ടിയിട്ട് കുറച്ചും കൂടെ സിമ്പിളായിട്ട് 2 DNA ട്രാൻസ്പോസിഷനും റിട്രോ ട്രാൻസ്പോസിഷനും റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള 2 ഫിഗറാണിത്. നിങ്ങൾക്ക് ഈ ഫിഗർ മാത്രം ഉപയോഗിച്ചുകൊണ്ട് കംപ്ലീറ്റ് റൈറ്റപ്പ് എഴുതിയതിന് ശേഷം ഈ 2 ഫിഗർ റെപ്രസെൻറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഇൻഡിവിജ്വലി ഓരോ മെക്കാനിസത്തിൻ്റെ ഫിഗർ ഇതുപോലെ റെപ്രസെൻറ്റ് ചെയ്യാം. ഇൻഡിവിജ്വൽ എഴുതുന്നതാണ് കുറച്ചും കൂടെ നിങ്ങൾക്ക് സേഫ് ആസ് ഫാർ ആസ് ദ യൂണിവേഴ്സിറ്റി എക്സാം ഈസ് കൺസേൺഡ്. പക്ഷേ നിങ്ങൾ CSIR പഠിക്കുമ്പോൾ ഓരോ ഇൻഡിവിജ്വൽ തന്നെ കൃത്യമായിട്ട് ഇതുപോലെ തന്നെ പഠിക്കണം. ഓക്കെ, അപ്പോൾ 2 ഏതെങ്കിലും ഒന്ന് ഉപയോഗിച്ചുകൊണ്ട് അപ്പോൾ അത്രയും കഴിഞ്ഞു. അപ്പോൾ മെക്കാനിസം അവിടെ വൈൻഡപ്പ് ചെയ്തു.
നമുക്ക് പോകേണ്ടത് ഇനി എക്സാമ്പിൾസ് ഫോർ ദി ട്രാൻസ്പോസോൺസ് ആണ്. അതിൽ നമ്മൾ ആദ്യം പഠിക്കുന്നത് ബാക്ടീരിയയിലുള്ള റിട്രോട്രാൻസ്പോസോൺസ് ആണ്. ദെൻ വി വിൽ ബി മൂവിങ് ടു യൂക്കാരിയോട്ടിക് റിട്രോട്രാൻസ്പോസോൺസ്. യൂക്കാരിയോട്ടിക്കിൻ്റെ കേസിൽ നമ്മൾ ഹ്യൂമൻസിനെ കുറിച്ച് പഠിക്കും, അതുപോലെ തന്നെ ഡ്രോസോഫിലിനെ കുറിച്ച് പഠിക്കും, ആൻഡ് ദെൻ മെയ്സ് ചോളത്തിലുള്ള ട്രാൻസ്പോസോൺസും പഠിക്കും. ദെൻ ബാക്ടീരിയയിലുള്ള IS എലമെൻസും TN ഒക്കെ നമ്മൾ പഠിക്കും. സോ ഇത്രയേ ഉള്ളൂ. മെക്കാനിസം കൃത്യമായിട്ട് 4 മെക്കാനിസവും പഠിച്ചു വെക്കുക. See you.